പശ്ചിമബംഗാളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെ തുടർന്ന് ഏകദേശം 91 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ഫെബ്രുവരിയിൽ പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം 63.66 ലക്ഷം പേരെ ഒഴിവാക്കിയപ്പോൾ വോട്ടർമാരുടെ എണ്ണം 7.66 കോടിയിൽ നിന്ന് 7.04 കോടിയായി കുറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ 60.6 ലക്ഷം പരാതികളിൽ വിചാരണ നടത്തി കമ്മീഷൻ. പുനഃപരിശോധനയിൽ 27.16 ലക്ഷം പേരെ കൂടി ഒഴിവാക്കുകയും 32.68 ലക്ഷം പേരെ പട്ടികയിൽ നിലനിർത്തുകയും ചെയ്തു. വോട്ടർമാർ കൂട്ടത്തോടെ പുറത്തായതിൽ സംസ്ഥാനത്ത് കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ സിഗ്നേച്ചർ സംബന്ധിച്ച സാങ്കേതിക കാരണങ്ങളാൽ 22,163 വോട്ടർമാരുടെ വിവരം കൂടി പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുണ്ട്. ഏപ്രിൽ 23-ന് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ നിലവിൽ 59.84 ലക്ഷം പേരുടെ പുതുക്കിയ ഡാറ്റയാണ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയവർ ജുഡീഷ്യൽ ട്രിബ്യൂണലിന് മുന്നിൽ ഇനിയും അപ്പീൽ നൽകാം. ഫെബ്രുവരി 28-ന് പുറത്തിറക്കിയ പട്ടിക പ്രകാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 63.66 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. അതോടെ വോട്ടർമാരുടെ ആകെ എണ്ണം ഏകദേശം 7.66 കോടിയിൽ നിന്ന് 7.04 കോടിയായി കുറഞ്ഞു. ഇതിൽ വിചാരണ ആവശ്യമുള്ള 60 ലക്ഷം വോട്ടർമാരുടെ പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചതിനു ശേഷമുള്ള പുതിയ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടത്. 27.16 ലക്ഷത്തിലധികം വോട്ടർമാർ പുനഃപരിശോധനയിൽ പട്ടികയിൽ നിന്ന് പുറത്തായപ്പോൾ 32.68 ലക്ഷത്തിലധികം പേർ അന്തിമ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഇതോടെയാണ് SIRന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ എണ്ണം 91 ലക്ഷമായത്. ഇത് ആകെ വോട്ടർമാരുടെ എണ്ണത്തിന്റെ 11.9%. വിചാരണ നടത്തിയ 60.6 ലക്ഷം കേസുകളിൽ 59.84 ലക്ഷം പേരുടെ ഡാറ്റ മാത്രമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ശേഷിക്കുന്ന 22,163 കേസുകൾ തീർപ്പാക്കിയെങ്കിലും ഈ സിഗ്നേച്ചർ ലഭിക്കാത്തതിനാൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഏപ്രിൽ 23-ന് ബംഗാളിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി.